മൂന്നാമത്തെ ക്യാമറ ഇതൊന്ന് അഹമ്മദ് കബീർ നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പറയണല്ല, ഖുർആൻ. മൂന്നാമത്തെ ക്യാമറ മനുഷ്യന്മാരെ റക്കീബ് മറ്റേത് നമ്മുടെ കൂടെ എഴുതാറുള്ളത് പോലെ മൂന്നാമത്തെ ക്യാമറ യതാകബൂനഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. അല്ലാഹു പറയുകയാണ്, വളരെ ഗൗരവമാണ്, ഇതൊന്നും വെറുതെ ചിന്തിച്ച് കളയേണ്ടതല്ല. യതാകബൂനഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. ഓരോ രാപകലുകൾക്ക് അല്ലാഹു വെവ്വേറെ മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ അത്ഭുതകരമായ ഹദീസ് പറയുകയാ, സത്യവിശ്വാസികൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോ ആ സമയത്ത് ലക്ഷക്കണക്കിന് മലക്കുകൾ നമ്മുടെ കൂടെ വന്നു ചേരും. അവര് അസർ നമസ്കാരം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. അസറാകും അവര് നേരെ ആകാശത്തിന് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് പോകും. ആ സമയത്ത് ലക്ഷക്കണക്കിന് മലക്കുകൾ ആകാശത്ത് നിന്നിറങ്ങി വന്ന് നമ്മുടെ കൂടെ ചേരും. അവര് കിട്ടിയ സുബഹി വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. രാവിലെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ സുബഹിക്ക് പോകും. അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, അഹമ്മദ് കബീർ ഈ ദിവസത്തെ പകലിൽ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. രാത്രി ഏൽപ്പിക്കുന്ന മലക്കുകൾ അവരല്ലാഹുവോട് സുബഹിക്കുമെന്ന് പറയുമല്ല. അബ്ദുറഹ്മാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, അബ്ദുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ. നമ്മളൊക്കെ വർഷത്തിന് കണക്ക് കൂട്ടുന്നത് പോലെ ഡെയിലി നമ്മൾ കണക്ക് കൂട്ടാറുണ്ടല്ലോ. ഡെയിലി സീറ്റ് നമ്മൾ കച്ചവടക്കാരെടുക്കാറില്ല. മൊത്തത്തിലിറക്കി മറ്റീതും എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസത്തെ കണക്കുകൾ അള്ളാന്റെ മുമ്പിൽ കൃത്യമായി നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പേടിയില്ല മോനെ, അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധമില്ല മോനെ, അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധമില്ല മോനെ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ എന്റെ സദസ്സിനോട് ഓർമ്മിപ്പിക്കുകയാ. നീ ഏത് തമ്മാടിത്തരം ചെയ്താലും അതല്ലാഹു കാണുന്നില്ല എന്നാണോ നിന്റെ ചിന്ത? അങ്ങനെയാണ് നിന്റെ ചിന്തയെങ്കിൽ നീ പച്ചക്കാഫിറാൻ, നീ കാഫിറാൻ. അല്ലാഹു ഇത് കാണുന്നില്ല എന്നാണ് നിന്റെ ചിന്തയെങ്കിൽ നീ അവിശ്വാസിയാണ്, നീ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് നീ വെളിയിലാൻ. അങ്ങനെയാണോ? അല്ലാഹു കാണുന്നില്ല എന്നാണോ നമ്മുടെ ചിന്ത? അങ്ങനെയാണോ? സായിരിക്കും മനുഷ്യന്മാരങ്ങനെയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇസ്ലാമിന് വെളിയില്ല. അതല്ല, അള്ളാഹു കാണുന്നു എന്നാണോ നിന്റെ ചിന്ത? ഏതാ ചിന്ത? അള്ളാഹു കാണുന്നുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചെടുക്കുന്ന കൈവക്ക്. ആ കൈവക്കണോ? അല്ല കാണുന്നുണ്ട്, പൊക്ക്. കൈ പൊക്ക് മനുഷ്യന്മാരെ ഇങ്ങനെ നന്നായിട്ട്. അവനാന്റെ കൈ ഇങ്ങനെ നേരെ ഒരു നേരം പൊക്കാൻ പറ്റിയില്ല, പിന്നെ നമ്മളേത് മനുഷ്യന്മാർ താത്തയിട്. എന്നിട്ട് ഹസനുൽ ബസരി റളിയല്ലാഹു തആല ചോദിക്കുകയാ, കൈവക്കയിട്ട് പറഞ്ഞവരെ അല്ലാഹു കാണുന്നുണ്ട് എന്നാണ് നിന്റെ ചിന്തയെങ്കിൽ ആ ചിന്ത ഉണ്ടായിട്ട് കൂടി നീ തെറ്റ് ചെയ്യുമ്പോ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ, നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ഹസൻ ബസരി റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണിത്. അള്ള കാണുന്നുണ്ടെന്ന് നിന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിട്ടും നീ ചെയ്ത് കൂട്ടുന്നുവെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. നാളെ നരകത്തെ കാണുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആ നരകത്തിന്റെ ചൂട് സഹിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ആ നരകത്തിലെ പാമ്പുകളും തേളുകളും നിന്നെ കൊത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാൻ നിനക്ക് കഴിയുന്നെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ മനുഷ്യ. ഓരോ ദിവസത്തെയും ചെക്ക് ഷീറ്റിൽ അല്ലാഹു നിന്റെ മുമ്പിലെത്തി നിൽക്കുമ്പോ മൂന്നാമത് നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട ക്യാമറ യതാകബൂനഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാപ്പകലുകളുടെ മലക്കുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ.